അപ്പോഴേ ആമസോണിൽ നിന്ന് കുറച്ച് ഹോം എസെൻഷ്യൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എസെൻഷ്യൽസ് എന്നൊന്നും പറയുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഫസ്റ്റ് തന്നെ ഇതൊരു ഹാങ്ങർ ആണ് കേട്ടോ. അതായത് നമുക്ക് സ്ക്രൂ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഡോറിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഹാങ്ങർ. ഇത് 2 വരുന്ന സെറ്റായിട്ടാണ് ഞാൻ മേടിച്ചത്. നമുക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് 2 സെപ്പറേറ്റ് പീസസ് ആയിട്ടാണ് വരുന്നത്. അതൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി, അത്ര മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 months ആയി. ഇതുവരെയും എനിക്ക് ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. നമുക്ക് ഡോർ അടയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുണി അതിൽ ഹാങ് ചെയ്യുമ്പോഴോ ഒന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടേബിൾ റണ്ണർ ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ടേബിളിൽ കാണുന്നുണ്ടാവും, എനിക്ക് ഓൾറെഡി ഉള്ളത് ഒരു ക്ലോത്തിന്റെ ടേബിൾ റണ്ണർ ആണ്. അപ്പോൾ അതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് അതെടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ സെർവ് ചെയ്യാറ് ഡൈനിങ് ടേബിളിൽ. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം എന്തെങ്കിലും കറിയോ ഒക്കെ അതിൽ വീണ് കഴിഞ്ഞാൽ അത് എടുത്ത് വാഷ് ചെയ്തിട്ടൊക്കെ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അതിനേലും കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ക്ലീനിങ് പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് PVC മെറ്റീരിയൽ എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലിൽ വരുന്ന ഒരു ടേബിൾ റണ്ണറാണിത്. ഞാൻ ഒരു ഗോൾഡൻ റസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതും ഞാൻ ഏകദേശം ഇപ്പോൾ 3 മാസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ സെർവ് ചെയ്യുമ്പോഴും അത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് ജസ്റ്റ് ഒരു തുണി വെച്ച് തുടച്ചാൽ തന്നെ കുറേയൊക്കെ പോകും. പിന്നെയും ഭയങ്കരമായിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് വാഷ് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഒരു ഓർഗനൈസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് നമ്മുടെ കുക്കിംഗ് പാൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു റാക്കാണ്. നമുക്ക് ഈ പാൻസും പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വൃത്തിയിൽ വെക്കാൻ പറ്റാറില്ല അല്ലെ? ഭയങ്കര ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ക്ലട്ടേർഡ് ആയിട്ട് ഫീൽ ചെയ്യാറില്ലേ? അപ്പോൾ അതിന് പറ്റിയൊരു സൊല്യൂഷൻ ആണിത്. ഇപ്പോൾ നമുക്ക് നോൺ സ്റ്റിക് പാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നിന്റെ മേലെ ഒന്നൊക്കെ ആയിട്ട് വെക്കുമ്പോൾ സ്ക്രാച്ച് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാണാനും വൃത്തി ഉണ്ടാവില്ല, എടുക്കാനും വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ ഈ സാധനം വെച്ച് പിന്നെ എനിക്ക് ആ ഒരു പ്രശ്നമല്ല കേട്ടോ. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പാനൊക്കെ ഈസി ആയിട്ട് എടുക്കാനും വെക്കാനും പറ്റും. ആ സ്പേസ് ഭയങ്കര നീറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിന് ഒരു മസ്റ്റ് ഹാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം എനിക്കിത് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി. ഇനി അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഞാൻ കുറച്ച് ഗാർബേജ് ബാഗ്സ് മേടിച്ചതാണ്. എനിക്ക് എൻ്റെ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോകാനുള്ള ബാഗ്സ് തീർന്നിരുന്നു, അപ്പോൾ അത് മേടിച്ചതാണ്. ഇതിലിപ്പോൾ ഏകദേശം 60 ബാഗ്സ് ഉണ്ടാവും. 4 റോൾസിലായിട്ടാണ് ഉണ്ടാവുന്നത്. ലാർജ് സൈസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഗ്രീൻ കളറ്, ഒരു ലാവൻഡറിന്റെ ഒക്കെ മണം വരുന്ന പോലെ ഒരു നല്ലൊരു ഫ്രേഗ്രൻസ് ഉള്ള ഗാർബേജ് ബാഗാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റാക്കാണ്. നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാത്രങ്ങളൊക്കെ വൃത്തിയില്ലാതെ കിടക്കുന്നത് കുറച്ച് വൃത്തിയിൽ ചെറിയ പാത്രങ്ങളൊക്കെ കുറേ അധികം ഇങ്ങനെ കൂട്ടി വെക്കുന്നതിലും കുറച്ചൊരു 2 നില വരുന്ന പോലെ, അതായത് ഒരു റാക്കായിട്ട് ഞാൻ ജസ്റ്റ് മേടിച്ചതേ ഉള്ളൂ. എൻ്റെ ഷെൽഫ് കുറച്ച് വലുതായിരുന്നു, അപ്പോൾ ആ സൈഡിൽ അവിടെ ഒരു റാക്ക് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചതാണ്. പിന്നെ ഉള്ളത് ജസ്റ്റ് എനിക്ക് കുറച്ച് ബട്ടർ പേപ്പർ മേടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഈ മേടിച്ച സംഭവങ്ങളെല്ലാം എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയ സാധനങ്ങളാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക്സ് കൊടുക്കാം. ആൻഡ് സോ അത്രയൊക്കെയുള്ള വീഡിയോ. ഇത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇട്ടെന്നേ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് ഇത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ. അപ്പോൾ ശരി.